ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു പേര് മാത്രമല്ല, രാജ്യത്തെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവർക്കുള്ള സേനയുടെ മറുപടിയാണ് എന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഭാരതത്തിന്റെ സേനകളെ സല്യൂട്ട് ചെയ്യുന്നു എന്നും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാർ സ്വന്തം മക്കളുടെയും ഭാര്യമാരുടെയും മുന്നിൽ കൊല്ലപ്പെട്ടു. ഭീകരർ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു. ആ ഭീകരരെ നമ്മൾ ഭൂമിയിൽ നിന്ന് മായ്ച്ചു. भारत की सेनाओं ने पाकिस्तान में आतंक के ठिकानों पर, उनके ट्रेनिंग सेंटर्स पर सटीक प्रहार किया. आतंकियों ने सपने में भी नहीं सोचा था कि भारत इतना बड़ा फैसला ले सकता है. പഹൽഗാം ഭീകരാക്രമണം തന്നെ വ്യക്തിപരമായി വേദനിപ്പിച്ചതാണ്. തീവ്രവാദികളുടെ മണ്ണിലാണ് തങ്ങൾ മറുപടി നൽകിയത്. തീവ്രവാദികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി നൽകി. ഭീകരവാദികളുടെ സർവകലാശാലകളാണ് തങ്ങൾ തകർത്തത്. ഇതോടെ പാകിസ്ഥാൻ സാധാരണ ജനങ്ങളെയും കോളേജുകളെയും സ്കൂളുകളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. അവരുടെ വ്യോമതാവളങ്ങൾ തകർത്താണ് അതിന് ഇന്ത്യ മറുപടി നൽകിയത്. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട. कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. തീവ്രവാദവും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല. പാകിസ്ഥാനുമായി ചർച്ച ഭീകരവാദത്തെപ്പറ്റിയും പാക് അധീന കശ്മീരിനെ പറ്റിയും മാത്രം. मैं आज विश्व समुदाय को भी कहूंगा, हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर पीओके उस पर ही होगी. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവച്ചിരിക്കുന്നതെന്നും മോദിയുടെ ഓർമ്മപ്പെടുത്തൽ. 24 ഡൽഹി. ഇന്ത്യൻ തിരിച്ചടിയിൽ ഭയന്ന് വിറച്ച പാകിസ്ഥാൻ ലോകത്തോട് കരഞ്ഞപേക്ഷിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ DGMOയെ വിളിച്ച് പാകിസ്ഥാൻ വെടിനിർത്തലിന് അപേക്ഷിച്ചു. വെടിനിർത്തൽ ധാരണയ്ക്ക് മധ്യസ്ഥത വഹിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. അതേസമയം ഭീകരവാദം അവസാനിപ്പിക്കുന്ന വിഷയത്തിലും പാക് അധീന കശ്മീരിനെ കുറിച്ചും മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. पाकिस्तान दुनिया भर में तनाव कम करने के लिए गुहार लगा रहा था और बुरी तरह पीटने के बाद इसी मजबूरी में 10 मई की दोपहर को पाकिस्तानी सेना ने हमारे DGMO को संपर्क किया. तब तक हम आतंकवाद के इंफ्रास्ट्रक्चर को बड़े पैमाने पर तबाह कर चुके थे. आतंकियों को मौत के घाट उतार दिया गया था. पाकिस्तान के सीने में बसाए गए आतंक के अड्डों को हमने खंडहर बना दिया था. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നമ്മൾ ബൽറാമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അമൃത്സറിലും സാംബയിലും വീണ്ടും പാക് ഡ്രോണുകൾ എത്തി എന്നൊരു വിവരമാണ് വരുന്നത്. അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. 2 ഇടങ്ങളിൽ അപായ സൈറൻ മുഴങ്ങി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം അവിടങ്ങളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെ വിവരങ്ങളാണ്. വാർത്താ ഏജൻസികളും ഒക്കെ ഇക്കാര്യം ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ദേശീയ മാധ്യമങ്ങളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമൃത്സറിലും സാംബയിലുമാണ് പാക് ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായി എന്ന വിവരം വരുന്നത്. അമൃത്സറിൽ ബ്ലാക്ക് ഔട്ടാണ്. 2 ഇടങ്ങളിലും അപായ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അമൃത്സറിലും സാംബയിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഈ വെടിനിർത്തൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നു. ഇന്ന് DGMO തല ചർച്ചയിൽ അതിർത്തിയിൽ നിന്ന് സൈന്യത്തിന്റെ എണ്ണം കുറയ്ക്കുന്നതിനെ പറ്റി ചർച്ചകളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞിതാ തിരികെ വരുമ്പോൾ വീണ്ടും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരുന്നു. അതാണോ ഇന്നത്തെ വിവരം? ഇപ്പോൾ 2 ഇടങ്ങളിലും അപായ സൈറൻ മുഴങ്ങുകയും ഒക്കെ ചെയ്തല്ലോ.
തീർച്ചയായും വിജയകുമാർ, ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഈ ധാരണ ലംഘിച്ചിരിക്കുന്നു തുടർച്ചയായി എന്നാണ് വ്യക്തമാകുന്നത്. കാരണം ആദ്യ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം വീണ്ടും ഡ്രോണുകളും വെടിവെപ്പും ഉണ്ടായതിനെ ഇന്ത്യയുടെ DGMOമാർ തന്നെ വിശേഷിപ്പിച്ചത് ഒരു തീരുമാനമെടുത്ത് അത് ഗ്രൗണ്ടിൽ നടപ്പാക്കുന്നതിന് എടുത്ത കാലതാമസം അല്ലെങ്കിൽ അക്കാര്യത്തിലുണ്ടായ ചില ധാരണ പിശകാകാം എന്ന തരത്തിൽ വിലയിരുത്തിയിരുന്നു ഇന്ത്യ. തുടർന്നുള്ള ഒരു ദിവസം പൂർണ്ണ നിശബ്ദത, പൂർണ്ണ ശാന്തത അത് ശരിവച്ചിരുന്നു. എന്നാൽ അത് വീണ്ടും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം വ്യക്തമാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ അപായ സൈറൻ മുഴങ്ങിയത്. ജമ്മു കശ്മീരിലെ സാംബ, ഒപ്പം തന്നെ പഞ്ചാബിലെ അമൃത്സർ എന്നിവ ഇടങ്ങളിലാണ് സൈറൻ മുഴങ്ങിയത്. തൊട്ട് പിന്നാലെ തന്നെ ആകാശത്ത് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടു. ഡ്രോണിന് സമാനമായ അല്ലെങ്കിൽ ഡ്രോൺ സാന്നിധ്യം ഏതാണ്ട് സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ്. ഇതാണ് പ്രേക്ഷകർ കാണുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. ഇത് രണ്ടിടങ്ങളിൽ ഈ ഡ്രോണുകൾ എത്തിയതാണ്, പാക് ഡ്രോണുകൾ എത്തിയ ദൃശ്യങ്ങളാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപ്പോൾ നേരത്തെ ഒരു സംശയമായിരുന്നു, പക്ഷേ ഇത് സംശയമല്ല, ഇത് സ്ഥിരീകരിച്ച് തന്നെ ആ ദൃശ്യങ്ങളടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ബൽറാം, നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി നൽകുന്നുണ്ട് രണ്ടിടങ്ങളിലും. അപ്പോൾ രണ്ടിടങ്ങളിലും ഈ ഡ്രോണുകൾ അതിർത്തിക്ക് അപ്പുറത്ത് ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ഇതിനെ നേരിടുകയും ചെയ്തു എന്നാണോ നമ്മൾ കരുതേണ്ടത്, അതോ ഇത് തിരികെ പോയോ? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഇത് വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ ഇത് തിരികെ പോവുകയാണോ ചെയ്തത്? വിജയകുമാർ, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഡ്രോണുകളെ നേരിട്ടിരിക്കുന്നു ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം എന്നുള്ളതാണ്. അവയെ തകർത്തിരിക്കുന്നു വ്യോമ പ്രതിരോധ സംവിധാനം. കൂടുതൽ ഡ്രോണുകൾ വരുന്നുണ്ടോ എന്ന കാര്യം നിരീക്ഷിക്കുകയാണ്. തിരികെ പോയതായി വിവരമില്ല, മറിച്ച് അതിനെ ഫലപ്രദമായി തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇടപെടാനും ആ ഡ്രോണുകളെ നശിപ്പിക്കാനും കഴിഞ്ഞിരിക്കുന്നു. പുറത്തു വന്നിരിക്കുന്നത് സാംബയിലെ, ജമ്മു മേഖലയിലെ സാംബയിലെ ദൃശ്യങ്ങളാണ്. അവിടെ ഡ്രോണുകളെ തകർത്തിരിക്കുന്നു. സമാനമായ നടപടി തന്നെ അമൃത്സറിലും ഉണ്ടായിരിക്കുന്നു. രണ്ടിടങ്ങളിലും അപായ സൈറനും മുൻകരുതൽ നടപടിയായി ബ്ലാക്ക് ഔട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡ്രോണുകളെ, ആദ്യ ഘട്ടത്തിൽ വന്ന ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ വീണ്ടും ചതി ആവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു. ഇനി ഇത്തരത്തിൽ ആക്രമണമില്ല, വെടിനിർത്തൽ എന്നുള്ള പ്രഖ്യാപനം, അഭ്യർത്ഥന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വരുന്നു. അത് ഇന്ത്യ അംഗീകരിക്കുന്നു. തുടർന്ന് സമാധാനപരമായ 2 ദിവസങ്ങൾ, രണ്ടാം ദിവസം വീണ്ടും ഒരു DGMO തല ചർച്ച പൂർത്തിയാക്കുന്നു. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വീണ്ടും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് അയച്ചിരിക്കുന്നത്. അവയെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയിലൂടെ ചർച്ചയിലൂടെ സമാധാനം കൊണ്ടുവന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്തരത്തിൽ ജാഗ്രത ഇല്ലാതിരിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ പാകിസ്ഥാൻ അയച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. അല്ലാത്ത പക്ഷം ചർച്ച പൂർത്തിയായി വീണ്ടും അതിർത്തികളിൽ നിന്നും ആൾബലം കുറയ്ക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വരെ നടന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഡ്രോണുകൾ വീണ്ടും ഇന്ത്യയുടെ നിർണായകമായ 2 ഇടങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. സാംബ സെക്ടറിലേക്കും അമൃത്സറിലേക്കും ആണ് അയച്ചിരിക്കുന്നത്. ഇതിന് മറ്റു കാരണങ്ങളൊന്നും തന്നെ നിരത്താൻ നിലവിൽ പാകിസ്ഥാന് കഴിയില്ല. കാരണം ബൽറാം തുടരുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, അത് അമൃത്സറിൽ നിന്നാണ്. ജനങ്ങൾ ലൈറ്റുകൾ അണയ്ക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിഭ്രാന്ത ഉണ്ടാകേണ്ട, ആശങ്കപ്പെടേണ്ട, ഒരു ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളാണ് എന്നാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. വിനീത VG വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, എന്താണ് അമൃത്സറിലെ സാഹചര്യം? ഈ ഡ്രോണുകൾ അവിടെ വന്നു, അതിനെ നേരിട്ട് തിരികെ വിട്ടു, അല്ലെങ്കിൽ അതിനെ നേരിട്ടു എന്നാണോ കരുതേണ്ടത്? നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ വാർത്താ ഏജൻസി നൽകിയതാണ്. വാർത്താ ഏജൻസി ANI നൽകിയ ദൃശ്യങ്ങളായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നേരത്തെ പ്രേക്ഷകർ കണ്ടത്. എന്താണ് അമൃത്സറിലെ സാഹചര്യം, വിനീത?
തീർച്ചയായും വിജയകുമാർ, ഈ അമൃത്സർ കേന്ദ്രീകരിച്ച് ഒരു ഡ്രോൺ എത്തിയതായിട്ടാണ് നമുക്കിപ്പോൾ ഒരു വിവരം ലഭ്യമായിരിക്കുന്നത്. ഇതിന്റെ തൊട്ട് പിന്നാലെ തന്നെ അമൃത്സറിൽ സൈറൺ മുഴങ്ങുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പിന്നാലെ പൂർണ്ണമായും ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് മാറുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലേക്ക് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു അത്. കാരണം ഇന്ന് വൈകിട്ടോടു കൂടിയൊക്കെ ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് എത്തിയതായിരുന്നു. അതിനിടയിൽ വീണ്ടും ഒരു അപായ സൈറൺ മുഴങ്ങുന്നു, പൂർണ്ണമായും ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങുന്നു. ഒപ്പം തന്നെ പിന്നാലെ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ആ നിർദ്ദേശം ഇങ്ങനെയാണ്: ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, നിങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ അതേസമയം നിങ്ങൾ വീടുകളിൽ തന്നെ തുടരണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ ജനലിന്റെ ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ബാൽക്കണികളിലേക്കോ വന്ന് നിൽക്കരുത്. ഇനി ഒരു അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇങ്ങനെ ഈ പൂർണ്ണമായും ലൈറ്റുകൾ ഓഫാക്കി വീടുകളിൽ തന്നെ സുരക്ഷിതരായി കഴിയുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു സൈറൻ മുഴങ്ങും, അതിനുശേഷം മാത്രമായിരിക്കും ഇനി പൂർണ്ണമായും വൈദ്യുതി ലഭ്യമാവുക. ഇതൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നടപടി എന്നാണ് ഇപ്പോൾ അമൃത്സറിലെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ജനജീവിതം പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് എത്തിയതായിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സൈറൺ മുഴങ്ങുകയും വീണ്ടും ഒരു ആശങ്കയിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലകളിലേക്കടക്കം പൂർണ്ണമായും ലൈറ്റുകൾ ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പക്ഷേ ചില ഹോട്ടലുകളിലും മറ്റും പുറത്ത് ഇങ്ങനെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് അണയ്ക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ അവർക്ക് ലഭ്യമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ സുരക്ഷിതരായി കഴിയണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആളുകൾ ഇതിനോടകം തന്നെ അവർ ഒരു സാധാരണ രീതിയിലേക്ക് ജനജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തിരക്കാണ് പക്ഷെ നമുക്കിപ്പോൾ ഈ മേഖലകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതാണെങ്കിലും വീടുകളിൽ കഴിയുന്നവർ ലൈറ്റുകൾ പൂർണ്ണമായും അണച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന് പൂർണ്ണമായും അത് അനുസരിക്കണം. ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അമൃത്സർ ജില്ലാ കളക്ടർ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഈ സാംബ സെക്ടറിൽ എന്താണ് സ്ഫോടന ശബ്ദം പോലെ ചില ശബ്ദങ്ങൾ കേട്ടു എന്ന് ANI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള നാട്ടുകാർ നൽകിയ വിവരമായിരിക്കാം ഒരു പക്ഷേ വാർത്താ ഏജൻസി നൽകിയതാണ്. നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ദൃശ്യവും ഇപ്പോൾ എന്താണ് പുതിയ വിവരം എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മറ്റു വിവരങ്ങൾ വന്നിട്ടില്ല. ബൽറാം തുടരുന്നുണ്ടെങ്കിൽ ശ്രീനഗറിലൊക്കെ അവസ്ഥ എന്താണ്? ശ്രീനഗറൊക്കെ ഇന്ന് പകല് വളരെ സാധാരണ നിലയിലേക്ക് എത്തിയായിരുന്നല്ലോ. വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് ജാഗ്രത മുൻകരുതലുകൾ കൂട്ടിയിട്ടുണ്ടോ? വിജയകുമാർ, ശ്രീനഗർ പൂർണ്ണമായും ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് പൂർണ്ണമായും തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ശ്രീനഗറിൽ കാണാൻ കഴിഞ്ഞത്. ആദ്യ ദിവസം, ഈ വെടിനിർത്തലിന്റെ ആദ്യ ദിവസം രാത്രിയിൽ ശ്രീനഗറിൽ ഏതാണ്ട് 1.5 മണിക്കൂറോളം വലിയ പരിഭ്രാന്തി പടർത്തിയിരുന്നു. ആദ്യമായാണ് ശ്രീനഗറിന്റെ ആകാശത്ത് ഈ ഒരു സംഘർഷത്തിനിടെ തന്നെ ആദ്യമായാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ശ്രീനഗറിന്റെ ആകാശത്ത് വലിയ തോതിൽ തന്നെ ഡ്രോൺ സാന്നിധ്യം ഉണ്ടാവുകയും അവയെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം നേരിടുകയും ചെയ്തത്. അതിന്റെ ശബ്ദകോലാഹലങ്ങൾ ആളുകളെ ആശങ്കയിലാഴ്ത്തി. എങ്കിലും തുടർന്നുള്ള മണിക്കൂറുകൾ തീർത്തും സമാധാനപരമായിരുന്നു. ഇന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ എന്നുള്ളതും ഈ ആശങ്കയാകുന്ന ജനങ്ങൾ വീണ്ടും തങ്ങളുടെ വീടുകളിലേക്ക്, ഈ വലിയ തോതിൽ പാകിസ്ഥാന്റെ ആക്രമണമേറ്റ ഉറി, കുപ്വാര അടക്കമുള്ള മേഖലകളിലെ വീടുകളിലേക്ക് മടങ്ങുകയും വീട് വൃത്തിയാക്കി താമസത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നതാണ്. പലരും ഞെട്ടിപ്പോകുന്നത് ആ വീട് അവർ ഉപേക്ഷിച്ചു പോയതിനു ശേഷമുള്ള പാക് ഷെല്ലാക്രമണത്തിൽ ആ വീട് പാടെ തകരുകയും താമസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തിരിക്കുന്ന കാഴ്ചകൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ്. എങ്കിൽ പോലും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ കണക്കുകൾ ശേഖരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ സഹായ വിതരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റേതെല്ലാം ഒരു സമാധാനം അവർക്കുണ്ട്. എങ്കിൽ പോലും മറ്റ് പ്രശ്നങ്ങൾ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങളോ ആക്രമണ ശ്രമങ്ങളോ നിലവിൽ 2 ദിവസമായി ശ്രീനഗറില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ പൂർണ്ണമായും സമാധാനപരമായി കടകമ്പോളങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ബ്ലാക്ക് ഔട്ടോ മറ്റ് അപായ ഫയറിനോ യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളോ ശ്രീനഗർ നഗരത്തിൽ നിലവിലില്ല. ഒപ്പം തന്നെ മറ്റിടങ്ങളിലും ബാരാമുള്ള അടക്കം ഈ സംഘർഷമുണ്ടായ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ഡ്രോൺ സാന്നിധ്യം. ബൽറാം വിവരങ്ങൾ നൽകുന്നത് ശ്രീനഗറിൽ നിന്നാണ്. നിലവിൽ അമൃത്സറിലെ ബ്ലാക്ക് ഔട്ട് അങ്ങനെ തന്നെ തുടരുകയാണ്. സാംബ സെക്ടറിലാണ് ഈ പാക് ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ഏറെക്കുറെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്ത് അമൃത്സറിലും അത്തരമൊരു സാഹചര്യമുണ്ട് എന്ന സൂചനയുണ്ട്. അവിടെയും സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടാണ്. ജനങ്ങൾ ലൈറ്റുകൾ അണയ്ക്കണമെന്നൊരു നിർദ്ദേശം അമൃത്സർ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല.
ഈ സാംബ സെക്ടറിൽ വന്ന ഡ്രോണുകളെ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിർത്തികളിലെ സൈനികരെ കുറയ്ക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഇന്ത്യ പാക് DGMO തല ചർച്ചയിൽ തീരുമാനം. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള പാക് പ്രകോപനത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചു. അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അച്യുതൻ, DGMO തല ചർച്ചയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായി? അതിർത്തിയിലെ സൈനികരെ കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിന്മേൽ ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരമുണ്ട്. പക്ഷേ ഇപ്പോഴും അച്യുതൻ, ഈ ജമ്മുവിൻ്റെ പല മേഖലകളിലും ഡ്രോണുകൾ എത്തുന്നു എന്ന വിവരമുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ നേരിടുന്നുണ്ട്. അമൃത്സറിലും മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വെടിനിർത്തൽ ധാരണയുടെ പശ്ചാത്തലത്തിലുള്ള തുടർ ചർച്ചകളിലെ തീരുമാനങ്ങൾ ഇന്ത്യക്ക് നടപ്പാക്കാൻ കഴിയുക എന്ന വലിയ ചോദ്യമുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് ഈ വെടിനിർത്തൽ ധാരണ അത് വന്നതിനു ശേഷം പാക് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായി. അതിനുശേഷം നടത്തിയ അല്ലെങ്കിൽ അതിനുശേഷം ചേർന്ന ആദ്യ ചർച്ചയാണ്, അല്ലെങ്കിൽ ആദ്യ DGMO, ഇരു രാജ്യങ്ങളുടെ DGMO തല ചർച്ചയാണ് ഇന്നുണ്ടായത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ആ ചർച്ച ആരംഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും പാകിസ്ഥാന്റെ DGMO മേജർ ജനറൽ ഹാഷിഫ് അബ്ദുള്ള എന്നിവരുമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത്. അതിൽ നിലവിലിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത് ഈ അതിർത്തികളിലെ സൈനികരെ കുറയ്ക്കുന്നത് സംബന്ധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഒരു തീരുമാനമായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അതിർത്തിയിൽ പാക് പ്രകോപനം ഉണ്ടായതിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്കുകയും തുടർന്ന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു വിന്യാസം ഇവിടെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതിൽ തക്കതായ രീതിയിൽ ഇന്ത്യ സൈനിക നടപടി നടത്തുകയും ചെയ്തു. എന്തായാലും അതിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. അതിർത്തിയിലെ സൈനികരുടെ എണ്ണം, ആ വിന്യാസം കുറയ്ക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായി. ഒപ്പം തന്നെ ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷവും അന്ന് രാത്രി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്, പാക് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനവും വെടിവയ്പും നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ഉണ്ടായി. ഇതിൽ ഇന്ത്യ കടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം പാകിസ്ഥാനെ അറിയിച്ചു. പാക് DGMO അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ അടിയന്തര നടപടി ആ സൈന്യത്തിനെതിരെ സ്വീകരിക്കണമെന്ന കാര്യം കൂടി ആവശ്യപ്പെട്ടു. ഇതിൽ അതിർത്തിയിലെ സമാധാനം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായതായാണ് വിവരം. തുടർന്നും പ്രകോപനം ഉണ്ടായാൽ എന്തായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന കാര്യത്തിൽ കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് DGMO ആ നിലപാട് വ്യക്തമാക്കിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് എന്താണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ എന്ന സംബന്ധിച്ച്, സൈനിക നടപടിയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്താണ് എന്ന കാര്യത്തിൽ ഉള്ള കാര്യങ്ങൾ അത് പാകിസ്ഥാനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൂടി ഭാഗത്തും സമാധാന അതിർത്തിയിൽ പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ചില തീരുമാനങ്ങൾ കൂടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഇന്നത്തെ DGMO തല ചർച്ചയിലുണ്ടായ ധാരണ അതിർത്തിയിലെ സൈനികരെ അതിൽ അവരുടെ എണ്ണം കുറയ്ക്കുന്നതിൽ, സേനാവിന്യാസം കുറയ്ക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാനാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും ഉധംപൂരിൽ ഈ പറയുന്ന ഡ്രോണുകൾ എത്തി. അവിടുത്തെ സേനാ കേന്ദ്രമൊക്കെ ലക്ഷ്യം വെച്ചാണ് ആ ഡ്രോണുകൾ എത്തിയത് എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇനി ഇപ്പോഴും ഈ അതിർത്തികളിലെ സേനാവിന്യാസം കുറയ്ക്കുക എന്നൊന്നും അറിയില്ല. ഈ ഉധംപൂരിലെ ഡ്രോണുകൾ എത്തിയത് കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമതാവളവും ലക്ഷ്യം വെച്ചാണ് എന്ന വിവരം ഇപ്പോൾ ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശ്രീനഗറിൽ നിന്ന്. നമുക്ക് വൈകാതെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ മറ്റൊരു പ്രധാന റിപ്പോർട്ട്, പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത ഡ്രോൺ മുതൽ ചൈനീസ് നിർമ്മിത മിസൈലുകൾ വരെ നിലംപരിശാക്കിയെന്ന് സൈന്യം. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി പാകിസ്ഥാന് ബോധ്യപ്പെട്ടു. കറാച്ചി വ്യോമതാവളത്തിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയതായി 3 സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അതിശക്തം. പാകിസ്ഥാന്റെ തുർക്കി നിർമ്മിത സോങ്കാർ ഡ്രോണുകൾ മുതൽ ചൈനയുടെ PL-15 മിസൈലുകൾ വരെ തകർത്തു. പാക് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. Is a probable enemy PL-15 missile which is of Chinese origin. This missile has missed its target and you can see the pieces now which are available with us. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെ ആക്രമിച്ചു. എന്നാൽ പാക് ആണവ കേന്ദ്രം തകർത്തെന്ന പ്രചാരണങ്ങൾ സൈന്യം തള്ളി. That Kirana Hill houses some nuclear installation. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. ഇന്ത്യയുടെ പോരാട്ടം ഭീകരതയ്ക്കെതിരെയാണെന്ന സൈന്യം.
പാക് സൈന്യത്തോടോ ജനതയോടോ അല്ല. എന്നാൽ ഭീകരവാദികൾക്ക് വേണ്ടി പാക് സേന ഇറങ്ങി. ഇനിയും ദൗത്യത്തിന് തയ്യാറെന്നും സേന. That in every single domain that Operation Sindhur has been prosecuted, there has been absolute synergy between the three services. Not only have we, in this endeavor, been fully supported by our government, departments and agencies, I cannot here not mention our 140 crore countrymen. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനകളുടെ ഏകോപനം ശക്തമായിരുന്നു. ഭാവിയിലെ ഏത് ആക്രമണവും നേരിടാൻ സേന സജ്ജമാണെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ DGമാർ അറിയിച്ചു. 24 ഡൽഹി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള രണ്ടാം ദിവസവും പകൽ ജമ്മു കാശ്മീർ അതിർത്തികൾ ശാന്തമായിരുന്നു. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങി. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ടാം നാൾ ജമ്മുകശ്മീർ പൂർണ്ണമായും ശാന്തമാണ്. അതിർത്തികളിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആശങ്കകൾ ഒഴിഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലേക്ക് നീങ്ങുകയാണ്. नॉर्मल हो चुका है, लगता है तो अभी पता नहीं है, जो बातचीत होगी उसके बाद पता चलेगा शाम तक क्या होगा, लेकिन ऐसा लगा कि नॉर्मल होना चाहिए क्योंकि हालात तो ठीक होना चाहिए. സംഘർഷ സാഹചര്യത്തിൽ അടച്ച 32 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഉടൻ പൂർണ്ണതോതിൽ സജ്ജമാകും. വിമാനത്താവളങ്ങൾ അടയ്ക്കാൻ നൽകിയ നോട്ടീസ് പിൻവലിച്ചു. സംഘർഷത്തിനിടെ ശനിയാഴ്ച ആർഎസ്പുര അതിർത്തിയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലായിരുന്ന BSF ജവാൻ വീരമൃത്യു വരിച്ചു. മണിപ്പൂർ സ്വദേശിയായ BSF കോൺസ്റ്റബിൾ ദീപക് ചിങ്കഖമാണ് വീരമൃത്യു വരിച്ചത്. ആശങ്കയോടെ ഒഴിഞ്ഞുപോയ കുടുംബങ്ങൾ അതിർത്തി മേഖലയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കനത്ത ജാഗ്രത തുടരുകയാണ് സുരക്ഷാ സേന. ഉറിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനു ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെ നടന്നത് കടുത്ത സൈബർ ആക്രമണം. സൈബർ അധിക്ഷേപം രൂക്ഷമായതോടെ മിശ്രയുടെ എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്തു. അധിക്ഷേപങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ മിശ്രയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. രാജ്യദ്രോഹിയെന്നും ചതിയനെന്നുമുള്ള കമന്റുകളിട്ടാണ് വിക്രം മിശ്രയ്ക്കെതിരെ സൈബർ ഇടത്തിലെ അധിക്ഷേപം. അഭിഭാഷകയായ മിശ്രയുടെ മകൾക്കെതിരെയും സൈബർ ആക്രമണം രൂക്ഷമാണ്. മിശ്രയുടെയും മകളുടെയും പൗരത്വം ചോദ്യം ചെയ്തു പോലും ചിലർ രംഗത്തെത്തി. വിക്രം മിശ്രയ്ക്കെതിരായ ആക്രമണം മാറിയ ഇന്ത്യയുടെ ഇരുണ്ട മുഖമാണ് തുറന്നുകാട്ടുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിവെക്കേണ്ട ഒരു ഗതികേടുണ്ടായി. ആ ഉദ്യോഗസ്ഥന്റെ കുടുംബാംഗങ്ങളെപ്പോലും മകളെപ്പോലും വലിച്ചിഴച്ചുകൊണ്ട് വിദ്വേഷത്തിന്റെ ജ്വാല സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ജനാധിപത്യ വ്യവഹാരം മാറി എന്നുള്ളത് നമുക്ക് ആശങ്കാജനകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പേരിൽ വിക്രം മിശ്രയെയും കുടുംബത്തെയും ആക്രമിക്കുന്നത് തെറ്റാണെന്നും മികച്ച നയതന്ത്രജ്ഞനായ മിശ്രയെ അധിക്ഷേപിക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും മുൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു പറഞ്ഞു. സർക്കാർ നയങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുക എന്ന ചുമതല മാത്രമാണ് മിശ്രി ചെയ്തതെന്നും സൈബർ ആക്രമണം ന്യായീകരിക്കാൻ കഴിയില്ലെന്നും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയും നിലപാടെടുത്തു. സൈബർ അധിക്ഷേപത്തിനെതിരെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും രംഗത്തുവന്നു. റിസർച്ച് ഡെസ്ക് 24. ഇന്ത്യ പാക് വെടിനിർത്തലിൽ വീണ്ടും അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അണുവായുധ സംഘർഷം ഒഴിവാക്കി ഇന്ത്യ പാക് വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തി ഇരു രാജ്യങ്ങളുമായും വ്യാപാരം ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. If you don't stop it, we're not going to do any trade. People have never really used trade the way I used it. That I can tell you. And all of a sudden they said, I think we're going to stop. And they have. And they did it for a lot of reasons, but trade is a big one. We're going to do a lot of trade with Pakistan. We're going to do a lot of trade with India. We're negotiating with India right now. We're going to be soon negotiating with Pakistan. And we stopped the nuclear conflict. I think it could have been a bad nuclear war. Millions of people could have been killed, so I'm very proud of that. I also want to thank Vice President Vance and Secretary of State Rubio for their work and efforts. They worked very hard on that. We also, as you know, created a situation where the Houthis for the ഇപ്പോഴിതാ സാംബയിൽ ഏതാനും ഡ്രോണുകൾ എത്തിയത് ആർമി സ്ഥിരീകരിക്കുന്നുണ്ട്, കരസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും നശിപ്പിച്ചു. കഴിഞ്ഞ അരമണിക്കൂറായി ഇവിടെ ഡ്രോൺ സാന്നിധ്യമില്ല എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ സാംബയിൽ ഡ്രോണുകൾ എത്തിയത് ആർമി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ വാർത്താ ഏജൻസി അതിൻ്റെ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. ഉധംപൂരിൽ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. അത് കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമതാവളവും ലക്ഷ്യം വെച്ച് മറ്റെന്തൊക്കെയോ ചില നീക്കങ്ങളോടെയാണ് അവിടേക്ക് ഈ ഡ്രോണുകൾ എത്തിയത്. അതുപോലെ
രണ്ടിടങ്ങളിൽ അപായ സൈറൺ മുഴങ്ങി. അമൃത്സറിൽ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. അമൃത്സറിലും സാംബയിലുമാണ് ഈ അപായ സൈറണുകൾ മുഴങ്ങിയത്. അപ്പോൾ ഇവിടെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചില നീക്കങ്ങൾക്ക് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. അതിനിടയിൽ രാജസ്ഥാനിലെ ബാർമീറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന അവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലയിലെ സംഘർഷം അയഞ്ഞതോടെ അവധി പിൻവലിച്ചു. നാളെ മുതൽ ക്ലാസുകൾ ഉണ്ടാവും എന്ന വിവരം രാജസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് കരസേന കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പുറത്തു വന്ന വാർത്താ ഏജൻസി നൽകിയ ദൃശ്യങ്ങളായിരുന്നു. അത് കരസേന കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ അരമണിക്കൂറായി അവിടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല, ഡ്രോണുകൾ ഇപ്പോൾ ഇല്ല എന്നാണ് കരസേന അറിയിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോകും. അതിനു മുമ്പ് മറ്റൊരു റിപ്പോർട്ട് കൂടി. അതിർത്തിയിലെ അശാന്തി രാജസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏൽപ്പിച്ചത് കനത്ത ആഘാതമാണ്. ഉപജീവന മാർഗം വഴിമുട്ടിയതോടെ കച്ചവടക്കാർ വൻ പ്രതിസന്ധിയിലായി. ജയ്സൽമീറിലെ കച്ചവടക്കാർ ആശങ്കകൾ 24-മായി പങ്കുവച്ചു. अभी लड़ाई चल रही है तो कब बंद हुआ है इसका कोई भरोसा नहीं है। राशन पानी वो क्या महीना 2 महीना को घर पे ला रखो, नहीं हमारा क्या हाल होएगा। ये हमें लड़ाई दंगा होया तो बहुत खतरनाक है भाई साहब, इसका कोई भरोसा नहीं है। നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് വരാം. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജലന്ധറിലും ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ? ജമ്മു കാശ്മീരിലെ ജമ്മു പഞ്ചാബ് 2 മേഖലകളിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ബൽറാം, എന്താണ് അവിടങ്ങളിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ കരസേന തന്നെ ഈ സാംബ സെക്ടറിലെ ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ വാർത്താ ഏജൻസി നൽകിയ ദൃശ്യങ്ങൾ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഉധംപൂരിൽ ഉധംപൂരിലേക്ക് വന്നത് കരസേനയുടെ നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമതാവളവും ലക്ഷ്യം വെച്ചാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വീണ്ടും പാകിസ്ഥാൻ ഈ അതിർത്തി ലംഘനത്തിന് ശ്രമിക്കുകയാണോ? വിജയകുമാർ, ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പ് ഉള്ള രാത്രികളിൽ എങ്ങനെയായിരുന്നു ഈ 4 സംസ്ഥാനങ്ങളിലെ ആകാശത്ത് ഉണ്ടായിരുന്നത് ഡ്രോൺ സാന്നിധ്യം? സമാനമായ നീക്കങ്ങൾ ഇപ്പോൾ 4 ഇടങ്ങളിൽ നടക്കുന്നു. അത് അമൃത്സറുണ്ട്, ഒപ്പം തന്നെ ജമ്മുവിലെ സാംബ ഉണ്ട്, ഉദ്ധംപൂരുണ്ട്. ഇതുകൂടാതെ ജലന്ധറിലും സമാനമായ നീക്കങ്ങൾ നടക്കുന്നു. ഉദ്ധംപൂരിൽ നിർണായകമായ ശ്രമങ്ങളാണ് ഈ ഡ്രോൺ വഴി നടത്തിയത് എന്നാണ് കരസേനയുടെ വിലയിരുത്തൽ. കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനം, ഒപ്പം വ്യോമതാവളം എന്നിവ ലക്ഷ്യം വെച്ചാണ് ഈ ഡ്രോണുകൾ എത്തിയത് എന്നും വ്യോമ പ്രതിരോധ സംവിധാനം ഇവയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നുമാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. സമാനമായ ശ്രമം ജലന്ധറിലും ഉണ്ടായിരിക്കുന്നു. ജലന്ധറിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡ്രോണുകളെ തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഡ്രോൺ നീക്കം വ്യോമഗതാഗതത്തെയും ബാധിച്ചിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് പുറപ്പെട്ട വിമാനം, ഇൻഡിഗോ വിമാനം, തിരികെ ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്, അമൃത്സറിൽ ഇറങ്ങാതെ. കാരണം ഡ്രോൺ സാന്നിധ്യത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെയും ബ്ലാക്ക് ഔട്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് വിമാനം അമൃത്സറിൽ ഇറക്കാതെ മടങ്ങിയത്. ഇന്നാണ് രാജ്യത്തെ 32 വിമാന താവളങ്ങളും തുടർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമൃത്സർ, ചണ്ഡീഗഡ്, ശ്രീനഗർ, ജമ്മു അടക്കമുള്ള വിമാനത്താവളങ്ങൾ വൈകിട്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനിടെയാണ് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ധാരണാ ലംഘനം ഉണ്ടാവുകയും 4 ഇടങ്ങളിൽ പഞ്ചാബിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലുമായി 4 നഗരങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും ഈ ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ആശങ്ക വേണ്ട എന്നും എല്ലാ ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് തകർക്കുന്നുണ്ട് എന്നുമാണ് പ്രതിരോധ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നത്. എന്നാൽ ജാഗ്രതയുടെ ഭാഗമായി ഈ 4 നഗരങ്ങളിലും നിലവിൽ ബ്ലാക്ക് ഔട്ടും ഒപ്പം തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ്, അപായ സൈറന്റെ രൂപത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട്. വിജയകുമാർ, ബൽറാം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് ചിലപ്പോഴെങ്കിലും ഈ മേഖലയിലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്.
ഹോഷിയാർപൂരിലെ ചില മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു. ജലന്ധറിലെ ചില മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു. നടപടി ജാഗ്രതയുടെ ഭാഗമാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. നേരത്തെ ജലന്ധറിലും ഡ്രോണിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന വിവരം വന്നിരുന്നു. സാംബയിലാണ് അത് ആർമി കൂടി സ്ഥിരീകരിക്കുന്നത്. എല്ലാ ഡ്രോണുകളും അവിടെ നശിപ്പിച്ചിട്ടുണ്ട്, എല്ലാത്തിനെയും തകർത്തിട്ടുണ്ട്. അരമണിക്കൂറായി ഡ്രോൺ സാന്നിധ്യമില്ല എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്, സാംബയിൽ നിന്ന് വരുന്നത്. അല്പസമയത്തിനകം ശ്രീനാഥ് ചന്ദ്രൻ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഇതിൽ ഇപ്പോൾ വിമാന സർവീസുകൾ ഒരുപക്ഷെ ഇപ്പോൾ ബാധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ നിലയിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ എയർ സ്പേസിലൂടെ ഈ സിവിലിയൻ വിമാനങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് വിമാനത്താവളങ്ങളൊക്കെ പ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ. പല വിമാനത്താവളങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയതേ ഉള്ളൂ പൂർണ്ണ തോതിൽ. അതിനിടെയാണ് വീണ്ടും ഇത്തരം ഭീഷണികൾ ഉണ്ടാകുന്നത്. ഔദ്യോഗികമായി എന്തെങ്കിലും വിശദീകരണങ്ങൾ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച്? വിജയകുമാർ, ഔദ്യോഗികമായ വിശദീകരണം ഈ വിഷയത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഡ്രോൺ സാന്നിധ്യത്തിൻ്റെ സാഹചര്യമായാലും അതിനെ നേരിടാൻ കഴിയുന്നു എന്ന വിവരമായി കഴിഞ്ഞാലും കൃത്യമായി തന്നെ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതുവരെയും യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ തുടർച്ചയായുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 4 ഇടങ്ങളിലാണ് ഈ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ 2 ഇടങ്ങളിലും ഒപ്പം തന്നെ പഞ്ചാബിലെ 2 ഇടങ്ങളിലുമാണ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും അവ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ ഇടപെടുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായാണ് ഇവിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാകുന്ന ഒന്ന് വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അത് സമാധാനം 2 ദിവസമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിനായി പ്രത്യേക നോട്ടം പുറത്തിറക്കിയത്. തുടർന്ന് വിമാന സർവീസുകൾ പുനരാരംഭിച്ചുവെങ്കിലും പൂർണ്ണ തോതിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷത്തിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് അത്രത്തോളം വിമാന സർവീസുകളിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അത് പൂർണ്ണ തോതിൽ ആകാനിരിക്കുകയാണ്. ഇത്തരത്തിൽ വിമാന സർവീസിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം തിരികെ ഡൽഹിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. പുതിയ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇത്തരത്തിലുള്ള ധാരണാ ലംഘനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന ഉറപ്പാണ്. അക്കാര്യം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ DGMOമാർ വിശദീകരിച്ചതുമാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഈ ധാരണയ്ക്ക് വിപരീതമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് കൃത്യമായ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പോടുകൂടി തന്നെയാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള നടപടികളും ഏറെ നിർണായകമായിരിക്കും. നിലവിൽ ഈ ഡ്രോൺ സാന്നിധ്യം ഔപചാരികമായിട്ടല്ലെങ്കിൽ പോലും ഇക്കാര്യം ഡ്രോണുകൾ കണ്ടെത്തിയ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുമുണ്ട്. വിജയകുമാർ. യെസ് ബൽറാം, തുടരുക. ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ജമ്മുവിൽ നിന്ന്. ശ്രീനാഥ്, അവിടെ ഈ സാംബ സെക്ടറിലാണ് ഡ്രോണുകൾ എത്തി എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തത്. അവിടെ എത്തിയ മുഴുവൻ ഡ്രോണുകളും ഫലപ്രദമായി തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ചെറുക്കുകയും അതിനെ തകർക്കുകയും ചെയ്തല്ലോ അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഏതാണ്ട് 1.25 മണിക്കൂർ മുമ്പാണ് കുറച്ച് ഡ്രോണുകൾ, അതിൻ്റെ കൃത്യമായ എണ്ണം സൈന്യം പറയുന്നില്ല, എന്നാൽ പോലും ഡ്രോണുകൾ എത്തി എന്ന കാര്യം ഇപ്പോൾ സേന ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എല്ലാ ഡ്രോണുകളെയും വെടിവെച്ചിടാൻ കഴിഞ്ഞു എന്നും അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. സാംബ സെക്ടറിലാണ് ഈ തരത്തിൽ ഡ്രോണുകൾ എത്തിയത്. മാത്രമല്ല, ഞാനിപ്പോൾ ജമ്മു കാശ്മീരിൽ നമുക്ക് പരിചയമുള്ള പ്രാദേശിക മാധ്യമപ്രവർത്തകരുമായൊക്കെ ബന്ധപ്പെടുകയായിരുന്നു. അഖ്നൂറിൽ കൂടി ഈ തരത്തിൽ ഡ്രോണുകൾ എത്തി എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ ചാനലുകളിൽ ആ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അഖ്നൂർ സെക്ടറിലും പക്ഷേ ഈ ഡ്രോണുകൾക്ക് മുകളിലേക്ക് സേന വെടിവെക്കുകയും അതൊക്കെ തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സാംബയിലും അഖ്നൂരിലും രണ്ടിടത്തെങ്കിലും ഈ തരത്തിൽ ഡ്രോണുകൾ എത്തി എന്ന് പറയുമ്പോൾ ജമ്മു മേഖലയിൽ പലയിടത്തായി ഈ തരത്തിലുള്ള ഒരു ശ്രമം ഡ്രോണുകൾ അയച്ചുള്ള
ഒരു പ്രകോപനത്തിന് പാകിസ്ഥാൻ വീണ്ടും ഒരിക്കൽ കൂടി തുനിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒന്നും തന്നെ നമ്മുടെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. സൈന്യം എല്ലാത്തിനെയും വെടിവെച്ച് നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ഈ സമയം പറയുന്നത്. ഏതായാലും ജമ്മു നഗരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈറനോ മറ്റോ ഇതുവരെ മുഴങ്ങിയിട്ടില്ല. എന്നാൽ ബ്ലാക്ക് ഔട്ട് ചെറിയ തരത്തിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇപ്പോൾ അണഞ്ഞിട്ടുണ്ട്. കടകമ്പോളങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളെ ഇതേ അവസ്ഥയാണ്. വൈകിട്ടാകുമ്പോഴേക്ക് തന്നെ എല്ലാം അടയ്ക്കും, അല്ലെങ്കിൽ തന്നെ പാതിയിലേറെ മുഴുവൻ ദിവസവും അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും അണഞ്ഞതായി കാണുന്നുണ്ട്. ഏതാണ്ട് ബ്ലാക്ക് ഔട്ടിന് സമാനമായ ഒരു സാഹചര്യത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു അറിയിപ്പ്, ബ്ലാക്ക് ഔട്ടുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പൊന്നും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. നമ്മൾ താമസിക്കുന്ന ഹോട്ടലൊക്കെ ഇപ്പോഴും വെളിച്ചമുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും അണച്ച് ഒരു ജാഗ്രത, ജനങ്ങൾ സ്വയം തന്നെ ഒരു ജാഗ്രത ഈ സമയത്ത് പാലിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ നാളുകളെ അവർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയാലോ എന്നുള്ള ഭയം കാരണമാണ് അത്തരമൊരു ജാഗ്രത ജനങ്ങൾ സ്വയം തന്നെ സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും വിജനമാണ് ജമ്മുവിലെ ഈ നഗരപ്രദേശത്തെ പല വഴികളും. അവിടെയൊന്നും തന്നെ ഇപ്പോൾ ആളുകളൊന്നും തന്നെ ഇല്ല. എല്ലാവരും വീടുകളിലേക്ക് പോയിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ജമ്മുവിലെ പ്രാദേശിക TV ചാനലുകളൊക്കെ തന്നെ ഇപ്പോൾ അഗ്നൂരിലെ കൂടി ഡ്രോൺ സാന്നിധ്യത്തെക്കുറിച്ച് വാർത്തകൾ നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാംബയിലെ കാര്യത്തിൽ ഏതായാലും സൈന്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും എത്ര ഡ്രോൺ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും കുറച്ച് ഡ്രോണുകൾ എത്തിയെന്നും അത് നശിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഏതാണ്ട് 3/4 മണിക്കൂർ സമയമാകുന്നു ഇപ്പോൾ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ആ മേഖലയിൽ ഇല്ല. 45 മിനിറ്റിലേറെയായി പുതിയതായി ഡ്രോണുകളൊന്നും എത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. യെസ്, സാംബയിൽ സ്മോൾ നമ്പേഴ്സ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ചെണ്ണം ഡ്രോണുകൾ എത്തിയെന്ന്, അഖ്നൂരിലും ഡ്രോണുകൾ എത്തിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ശ്രീനാഥ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ബൽറാം പറയുന്നത് ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ടാണ് എന്ന്. ബൽറാം, ഈ ശ്രീനഗറിൽ ഏതെങ്കിലും ഈ എന്താണ് എയർ റെയ്ഡ് അലാം എന്തെങ്കിലും മുഴങ്ങിയിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു മുൻകരുതൽ സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ടോ ശ്രീനഗറിൽ? വിജയകുമാർ, യാതൊരു തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പോ അപായ മുന്നറിയിപ്പോ ശ്രീനഗറിലില്ല. അത്തരത്തിലുള്ള അലാറം അല്ലെങ്കിൽ സൈറൻ ഒന്നും തന്നെ മുഴങ്ങിയിട്ടുമില്ല. എന്നാൽ ഈ മറ്റിടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഒരു ജാഗ്രത നടപടിയുടെ ഭാഗമായാണ് ശ്രീനഗറിലും ബ്ലാക്ക് ഔട്ട് നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ നേരത്തെ ലൈവ് നൽകുന്നതിനിടെയാണ് ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച് നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ തെരുവുകളെല്ലാം തന്നെ ഇരുട്ടിലാണ്. പൂർണ്ണമായും വീടുകളും ഒപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, ഹോട്ടലുകളും കടകളും അടക്കമുള്ള സ്ഥാപനങ്ങളിലെയും സൈൻ ബോർഡുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഓഫാക്കിയിരിക്കുകയാണ്. നിലവിൽ പൂർണ്ണമായി ഇരുട്ട് ശ്രീനഗറിൽ നടപ്പാക്കിയിരിക്കുന്നു. മറ്റ് ഡ്രോൺ ശബ്ദങ്ങളോ അസ്വാഭാവികമായ ശബ്ദങ്ങളോ മറ്റൊന്നും തന്നെ ശ്രീനഗറിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഒരു മുൻകരുതലിൻ്റെ ഭാഗമായുള്ള നടപടിയാണ് ശ്രീനഗറിൽ നടപ്പാക്കിയിരിക്കുന്ന ബ്ലാക്ക് ഔട്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ. യെസ്, ഏതായാലും ഇത് ഈ പറയുന്ന സീസ് ഫയർ, വെടിനിർത്തൽ ധാരണയുടെ ലംഘനമാണ്. തുടർച്ചയായി DGMO തല ചർച്ചകളിലെ ധാരണ പാകിസ്ഥാൻ ലംഘിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറയുന്ന അഖ്നൂരിലും സാംബ സെക്ടറിലും കണ്ടത്, അമൃത്സറിലും കാണുന്നത്. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഇൻഡിഗോ വിമാനം തിരികെ ഡൽഹിയിലേക്ക് തന്നെ പോന്നു. അമൃത്സറിൽ ഡ്രോൺ കണ്ടതായുള്ള വിവരവും വൈദ്യുതി വിച്ഛേദിച്ചതും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ആ വിമാനം ഡൽഹിയിലേക്ക് തന്നെ പോകുന്നത്. ഏതാണ്ട് ഈ മേഖലയിലൊക്കെയുള്ള വിമാനത്താവളങ്ങൾ ഇന്ന് പതിവ് പോലെ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ രാത്രി സർവീസുകളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ മേഖലകളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുക എന്നറിയില്ല. നിലവിൽ പുതിയ റിപ്പോർട്ടുകളൊന്നും ഈ മേഖലയിൽ നിന്ന് വരുന്നില്ല. പക്ഷേ നേരത്തെ വന്ന ഡ്രോണുകളൊക്കെ തന്നെ അതിനെ പ്രതിരോധിക്കുകയും അതിനെ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതൊരു ആശ്വാസമാണ്. സാംബയിലാണ് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ എത്തിയത്. അവിടെ എത്തിയ മുഴുവൻ ഡ്രോണുകളും സേന നിർവീര്യമാക്കിയിട്ടുണ്ട്. മറ്റു റിപ്പോർട്ടുകൾ ഈ മേഖലയിൽ നിന്ന് ഇല്ല. പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഈ 2 മേഖലകളിൽ നിന്നാണ് അത്തരം വിവരങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പഞ്ചാബിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. എന്നാൽ അതിർത്തികളിൽ ഇപ്പോഴും ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരിയിൽ നിന്ന് വിനീത VG തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടാരിയിലെ, പഞ്ചാബിലെ അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ്. ഇത് റെയിൽവേ ട്രാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് ലാഹോറിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കാണ്. അട്ടാരി ലാഹോർ റെയിൽവേ ട്രാക്കാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കറുത്ത ഗേറ്റ്, അത് ഈ ട്രെയിൻ വരുമ്പോൾ മാത്രം തുറന്നിരുന്നൊരു ഗേറ്റാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ സർവീസ് ഇല്ല. അതായത് ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും ആ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ആ റെയിൽവേ ട്രാക്കിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഇതിന് മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പാടം പോലുള്ളൊരു മേഖലയാണ്. അവിടെ പൂർണ്ണമായും അതിനപ്പുറം, ആ ഫെൻസിങ്ങിനപ്പുറം പാകിസ്ഥാനാണ്. ഈ മറുവശത്ത് നിയന്ത്രണ രേഖയുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് നോൺ മാൻ ലാൻഡാണ്. അതായത് ഇരു പാകിസ്ഥാനും ഇന്ത്യക്കും അവകാശമല്ലാത്ത തരത്തിലുള്ള ഒരു ഭൂമിയാണ് ആ മേഖലയിലുള്ളത്. അവിടെയൊക്കെ കൃഷിയൊക്കെ ആയി ആളുകളൊക്കെ പോകാറുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ഫെൻസിങ് പോലെ ഇങ്ങനെ നീളത്തിൽ കാണുന്ന ഒരു നേർരേഖ പോലെ കാണുന്ന ഭാഗം, അതിന് മറുവശത്തേക്കാണ് പാകിസ്ഥാനുള്ളത്. വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഈ മേഖലകളിലേക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിന് മറുവശത്തുള്ളത് അട്ടാരി ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേറെയും കൃഷിക്കാരും സാധാരണക്കാരും ഒക്കെയാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ വലിയ ആശങ്കയോടുകൂടി ജീവിച്ച മനുഷ്യരാണ്. മറുവശത്തൊക്കെ BSF, നമ്മുടെ സുരക്ഷാ സൈന്യമൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു പക്ഷേ ഈ മേഖലയിൽ താമസിക്കുന്ന, ഈ ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ഒക്കെ തന്നെ വലിയ ഒരു ധൈര്യവും. അല്പസമയം മുൻപൊക്കെ നമ്മളോട് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല, കാരണം BSF ഉണ്ട്, സുരക്ഷാ സൈന്യമുണ്ട്, അവർ ഞങ്ങൾക്ക് എല്ലാ സുരക്ഷിതത്വവും അവർ ഞങ്ങൾക്ക് ഒരുക്കി നൽകുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മറുവശത്ത് ബങ്കറുകളുണ്ട്. നമുക്കത് ഇവിടെ നിന്ന് എത്രത്തോളം കാണാൻ കഴിയുമെന്നറിയില്ല. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ മറുഭാഗങ്ങളിലേക്കായിട്ട്, ആ മരങ്ങളുടെയൊക്കെ പിന്നിലായിട്ട് ബങ്കറുകൾ, ആ മേഖലകളുണ്ട്. ആ ഒരു പച്ച പോലെ ഒരു ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നതിന്റെ അപ്പുറത്തേക്കാണ്, ആ ഭാഗമാണ് LOC എന്ന് പറയുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ പാകിസ്ഥാനുമായി ഏറ്റവും അടുത്തുള്ള ഒരു മേഖലയാണ് അട്ടാരി. പാകിസ്ഥാനുമായി ഏറ്റവും അടുത്തുള്ള ഒരു അതിർത്തി മേഖലയാണ്. ഇവിടെയോടുകൂടി ഞാൻ നിൽക്കുന്ന ഈ മേഖലയോടുകൂടി ഇന്ത്യയുടെ ഭാഗങ്ങൾ അവസാനിക്കും. മറുവശത്ത് പാകിസ്ഥാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ ഈ മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു. പല ആളുകളും ഇവിടെയുള്ള വീടുകളൊക്കെ വിട്ടവർ അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിലേക്കൊക്കെ മാറിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ ദിനങ്ങൾ, അവർ വീണ്ടും ഇങ്ങനെ തിരികെ എത്തുകയാണ്. ഈ ഗ്രാമങ്ങളിലേക്ക് തിരികെ എത്തുന്ന കാഴ്ച കൂടി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അട്ടാരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ഓപ്പറേഷൻ സിന്ദൂറിൽ വധിച്ച ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാക് സൈനികരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് ഇന്ത്യ. പാകിസ്ഥാൻ സൈനികരുടെയും പഞ്ചാബ് പ്രവിശ്യയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരുവിവരങ്ങളാണ് പുറത്തുവിട്ടത്. ചടങ്ങിൽ പങ്കെടുത്തത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പാക് സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പാക് സൈന്യം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. ലാഹോറിലെ 4th കോപ്സിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഫയാസ് ഹുസൈൻ ഷാ, ലാഹോറിലെ 11 ഇൻഫൻട്രി ഡിവിഷനിലെ മേജർ ജനറൽ റാവു ഇമ്രാൻ സർദാജ്, ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഹാൻ ഷബീർ, പാക് പഞ്ചാബ് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ഡോക്ടർ ഉസ്മാൻ അൻവർ, പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗം മാലിക് സൊഹൈബ് അഹമ്മദ് ഫേർദ് എന്നിവരാണ് ഇന്ത്യ പുറത്തുവിട്ട ചിത്രത്തിലുള്ളത്. പാകിസ്ഥാന് ഭീകരരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ചിത്രം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനെ ഇന്ത്യ സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങൾ തെളിവോടെ നൽകും. പാകിസ്ഥാൻ ഭീകരതയുമായി സഹകരിക്കുന്നതിന്റെ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. അച്യുതൻ, 24, ഡൽഹി. നിർത്തിവെച്ച IPL മത്സരങ്ങൾ 17 മുതൽ പുനരാരംഭിക്കുകയാണ്. IPL മത്സരങ്ങൾ ശനിയാഴ്ച പുനരാരംഭിക്കും എന്നൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ധർമ്മശാലയിലെ മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ എത്തുകയും ഒക്കെ ചെയ്തത്. ആ മത്സരം പാതിയിൽ ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് ആ മത്സരം പുനരാരംഭിക്കാൻ പോകുകയാണ്. ഫൈനൽ ജൂൺ 3-ന്. സമയക്രമത്തിൽ മാറ്റമുണ്ടെന്നേ ഉള്ളൂ. അത് IPL മത്സരങ്ങൾ ശനിയാഴ്ച പുനരാരംഭിക്കും. ഫൈനൽ ജൂൺ 3-ന് നടക്കുമെന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.